ഇന്ത്യൻ നാദവിസ്മയം ആശാ ഭോസ്ലേക്ക് വിട. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു. 20 ഭാഷകളിലായി ആശാ ഭോസ്ലെ ആലപിച്ചത് 12,000-ഓളം പാട്ടുകളാണ്. സഹോദരി ലതാ മങ്കേഷ്കർക്കൊപ്പം 50ഓളം ഗാനങ്ങളാണ് പാടിയത്. ഫാൽക്കെ പുരസ്കാരവും പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ച വ്യക്തിത്വമാണ് വിടവാങ്ങിയിരിക്കുന്നത്. സുജിചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുജിചന്ദ്രൻ, മറ്റൊന്നും പറയാനില്ല. കലാലോകത്തിന് തീരാ നഷ്ടം. വലിയ വിയോഗ വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും ചില സമയത്ത് ഈ തീരാനഷ്ടം തീരാവിയോഗം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഔപചാരികതയ്ക്കപ്പുറത്ത് അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലേക്കും ആ ഒരു വാക്കിൻ്റെ അർത്ഥം പ്രസരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ. അതേപോലെ ഒരു സമയമാണിപ്പോൾ. ഏതായാലും ഇന്ത്യൻ സംഗീത ലോകത്തിലെ, ഇന്ത്യൻ കലാലോകത്തിലെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലൊന്നാണ് ഇപ്പോൾ വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഇന്ത്യയുടെ തന്നെ ശബ്ദമായി മാറിയ, ഒരുപക്ഷെ ആ രണ്ട് ഇരട്ട ശബ്ദങ്ങളിൽ ആശാ ഭോസ്ലെ കൂടി ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ത്യൻ കലാലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സംഗീത ലോകത്തെ ഇതിഹാസ ഗായിക തന്നെയാണ് വിട വാങ്ങിയിരിക്കുന്നത്. 1933 സെപ്റ്റംബർ 8-നാണ് അവർ ജനിച്ചത്. ഏതാണ്ട് 7-8 പതിറ്റാണ്ട് കാലം അവർ ജീവിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇത്രയും കാലം, കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തുടങ്ങി സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഈ സ്വതന്ത്ര ഇന്ത്യയുടെ പരിസരത്തെ, കലാശില്പത്തെ മൊത്തത്തിൽ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആ ശബ്ദം തന്നെയാണ് ഇല്ലാതായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശാ ഭോസ്ലെയുടെ സംഗീതത്തിൻ്റെ വ്യത്യസ്തതയും അതിൻ്റെ അത്രയും വിപുലമായ റേഞ്ചുമായിരുന്നു. ശാസ്ത്രീയ സംഗീതം പാടുമ്പോൾ ഒരു ആശാ ഭോസ്ലെ, ഭജനുകൾ പാടുമ്പോൾ മറ്റൊരു ആശാ ഭോസ്ലെ, അതേപോലെ തന്നെ ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ, അങ്ങനെ വിവിധ ശൈലിയിലുള്ള പോപ്പ് ഗാനങ്ങൾ പാടുമ്പോൾ ആ ഒരു രീതി. ഇപ്പോൾ ഈ ദമ്മാരെ ദം പോലെയുള്ള ഗാനങ്ങൾ ആലപിച്ച ആശാ ഭോസ്ലെ തന്നെയാണ് മേരാ ദിൽ യാർ കാ ദീവാന പാടിയത്, ചുരാ ലിയാ ഹേ തും നോ ജോ ദിൽ പാടിയത്. അങ്ങനെ വിവിധ ശൈലിയിലുള്ള ഗാനങ്ങൾ അവർ ആലപിച്ചു. ഇപ്പോൾ ഈ മരണവാർത്ത വന്നതിന് ശേഷം ഇൻ്റർനെറ്റിൽ പരതിയപ്പോഴാണ് ഒരു കൗതുക വാർത്ത. ഞാൻ ആ പാട്ട് നേരത്തെ കേട്ടിട്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ സംഗീത ലോകം ശ്രദ്ധിക്കുന്ന മലയാളികൾക്ക് അറിയാമായിരിക്കും. മലയാളത്തിലും 1977 അവർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മങ്കൊമ്പ് രാധാകൃഷ്ണൻ എഴുതി രവീന്ദ്ര ജെയിൻ സംഗീതം നൽകിയ സ്വയംവര ശുഭദിന മംഗളങ്ങൾ അനുമോദനത്തിൻ്റെ ആശംസകൾ എന്ന ഗാനം സുജാത എന്ന സിനിമയിലായിരുന്നു ആ ഗാനം ഉണ്ടായിരുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യനില മോശമാണെന്നും ഒരുപക്ഷെ ഈ മോശം വാർത്ത വന്നേക്കാവുമെന്നുമുള്ള തരത്തിലുള്ള ഊഹാപോഹങ്ങളും വാർത്തകളുമൊക്കെ പ്രചരിച്ചിരുന്നു. അവരുടെ കൊച്ചുമകൾ ഇന്ന് രാവിലെ കൂടി നെഞ്ചിൽ നീർക്കെട്ടുണ്ട്, ആരോഗ്യം അല്പം മോശമാണ്, എങ്കിലും അവർ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന പ്രതീക്ഷ നൽകുന്ന വാർത്ത പങ്കുവച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ആശാ ഭോസ്ലെ നമ്മളെ വിട പറഞ്ഞു പോയിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. 14 വയസ്സുള്ളപ്പോൾ ആണ് അവരുടെ ആദ്യ പ്രധാനപ്പെട്ട ഹിറ്റ് ഉണ്ടാവുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലതാ മങ്കേഷ്കറും ഒ പി നയ്യാരും തമ്മിലുള്ള അസ്വാരസ്യം, ആശയ്ക്ക് തുണയായി എന്ന് തുടങ്ങുന്ന ആ ഒരു കൂട്ടുകെട്ടിൽ പിന്നെ നിരവധി മനോഹര ഗാനങ്ങൾ ഉണ്ടാവുകയാണ്. മറ്റുള്ള സംഗീത സംവിധായകർ ആശയ്ക്ക് അവസരങ്ങൾ നൽകാതിരുന്ന കാലത്ത് ഈ നയ്യാരുടെ ഗാനങ്ങളിലൂടെയാണ് ആദ്യകാലത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ അങ്ങനെ നിരവധി ഇന്ത്യൻ സംഗീത ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഗീത സംവിധായകരുമായി വിവിധ ഭാഷകളിൽ 20ഓളം ഭാഷകളിൽ മലയാളത്തിലുൾപ്പെടെ ഒരു ഗാനം പാടിയിട്ടുണ്ട്. റോക്ക്, ഡിസ്കോ, അതേപോലെ പെപ്പി ഗാനങ്ങൾ, ഭജനുകൾ, അതേപോലെ തന്നെ ഗസൽ, ഇതൊക്കെയും പാടുന്ന ആശാ ഭോസ്ലെയെ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഭജനുകൾ പാടുമ്പോൾ തന്നെ ജനപ്രിയ സംഗീതത്തിൻ്റെ കീഴടക്കാനാവുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ ഉത്തുംഗ ശൃംഗങ്ങൾ വരെ അവർ കീഴടക്കി. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നൊരു ഗിന്നസ് റെക്കോർഡും അവരുടെ പേരിലുണ്ട്. 12,000-ഓളം ഗാനങ്ങളാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഇന്ത്യൻ കലാലോകം, സിനിമാ ലോകം പരമോന്നത പുരസ്കാരമായ ഫാൽക്കെ പുരസ്കാരം നൽകി അവരെ ആദരിച്ചു. പത്മവിഭൂഷൺ നൽകി രാജ്യം അവരെ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ കൈവച്ച മേഖലകളിൽ, സംഗീതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ചതെന്ന് മാത്രമല്ല, മായാത്ത അടരുകൾ അവിടെ സൃഷ്ടിച്ചു. തലമുറകളുടെ ഭാവുകത്വത്തെ നിർണയിച്ച ഇന്ത്യൻ സംഗീത ലോകത്തെ ഇതിഹാസ ശബ്ദമാണ് നിശബ്ദമാകുന്നത് എന്ന ഒരു സങ്കടത്തിലാണ് ഇന്ത്യൻ സംഗീത ലോകവും ഇന്ത്യൻ സാംസ്കാരിക ലോകവും പൊതുവെ. ശ്യാമിലി.